السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി തീരാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഹിജ്റ വർഷത്തിലെ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. റബീഉൽ അവ്വൽ എന്ന മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മുസ്ലിം ലോകം പൊതുവെ അങ്ങനെയാണ് കരുതി വരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതും അതേ മാസത്തിൽ തന്നെയാണ്. ജീവിതവും മരണവും ഒക്കെ ഭൂമിയിലുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത്രമാത്രമാണ് അതിനെക്കുറിച്ച് കരുതാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നത് ഒരു ദുരന്തമായി പലരും എണ്ണുകയോ പറയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. സത്യത്തിൽ നബിയുടെ ജന്മം പോലെ തന്നെ മരണവും നബിയുടെ തിരഞ്ഞെടുപ്പിൽപ്പെട്ടതായിരുന്നില്ല. എല്ലാവരുടേതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ ഒരു ദുരന്തമായോ ഒരു ദുഃഖാനുഭവമായോ കാണാൻ ശ്രമിക്കരുത്. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വസല്ലമ അള്ളാഹു നബിക്ക് ഭൂമിയിലെ ജീവിതം തിരഞ്ഞെടുക്കാൻ അവകാശം നൽകിയിരുന്നു. പക്ഷേ നബി തിരഞ്ഞെടുത്തത് ഇല റഫീഖിൽ അല എന്നായിരുന്നു. ഇപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാൻ ആഗ്രഹിച്ചു എന്നർത്ഥം. നബിയുടെ ജനനം മുതൽ മരണം വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിമനോഹരമായിരുന്നു. നബിയുടെ ജീവിതം കാരണം അള്ളാഹു 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് നൽകി പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് വരെ പോലും നബി തിരുമേനിക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് ശരിയും. ആ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിത പാന്താവായി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അതുപോലെ തന്നെ നബിയെ വിമർശിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ തങ്ങളുടെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രമേ സ്വീകരിക്കൂ, ബാക്കി തള്ളിക്കളയും എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം നബിയെ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ ഓർക്കേണ്ടത്. ഈ ഒരു രീതിയിലൊക്കെയുള്ള ആളുകൾ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, നമ്മുടെ നയം എന്തായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത് നബിയെ ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്, പിന്തുടരാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യണമെന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. എന്താണോ റസൂൽ നിങ്ങൾക്ക് തന്നത് അത് നിങ്ങൾ സ്വീകരിക്കണം. എന്ത് തന്നാലും സ്വീകരിച്ചോളണം. എന്തിൽ നിന്നാണോ റസൂൽ നിങ്ങളെ തടയുന്നത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറയുന്നത്. ഇന്ന് സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത് എന്നാണ്. നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഞാനടക്കം ആരാണ് നാം നമ്മുടെ മാതൃകാ പുരുഷന്മാർ ആരാണ്, നമ്മുടെ മോഡലുകൾ ആരാണ്? ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും നാം പരിശോധിക്കണം. നമ്മൾ വസ്ത്രം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു രീതി സ്വീകരിക്കുമ്പോൾ എവിടുന്നാണ് എന്തിൻ്റെ ട്രെൻഡ് അനുസരിച്ചാ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ട്രെൻഡ് അനുസരിച്ചാണോ? റസൂലിൻ്റെ രീതി അനുസരിച്ചാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളും നമ്മുടെ കുടുംബവും മക്കളും ഒക്കെ ജീവിക്കുന്നത് ആരെ മാതൃകയാക്കിയാണ്? വല്ലാത്തൊരു പ്രയാസം തോന്നുന്ന രംഗമാണത്. ജീവിതത്തിൽ പൂർണ്ണമായി മാതൃകയാക്കാൻ ഈ ലോകത്തൊരൊറ്റ മനുഷ്യനേ ഉള്ളൂ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. നമ്മൾ എന്താകണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിൽ നമുക്ക് ആ ആഗ്രഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിതാവായി, ഒരു ഭർത്താവായി ജീവിച്ചു, ഒരു പിതാവായി ജീവിച്ചു, ഒരു അയൽവാസിയായി ജീവിച്ചു, ഒരു നേതാവായി ജീവിച്ചു, ഒരു ഭരണാധികാരിയായി ജീവിച്ചു, ഒരു സൈന്യാധിപതിനായി ജീവിച്ചു. എല്ലാ മേഖലകളിലും ഭയങ്കര അത്ഭുതമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് നബിയാണ്. ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫേസ്ബുക്കിലെ ഫോളോ അല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. നബി തിരുമേനിയുടെ സുന്നത്ത് എന്ന നിലക്ക് താടി വളർത്തുന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകത്തുണ്ട്. വേറെ ആരെങ്കിലും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ശിരസ് മറക്കുന്ന കോടിക്കണക്കിന് സ്ത്രീകൾ ലോകത്തുണ്ട്. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ഒരു വാചകമുണ്ട്, അഫ്ദലുൽ മുസ്ലിമീന റജുലുൻ അഹ്യാ സുന്നതൻ മിൻ സുനനി റസൂലില്ലാഹ് ഖദ് ഉമീതത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യൻ ആരാന്നറിയുന്നത്? അത് ഭയങ്കര സംഭവമാണ്. നിലച്ചുപോയ റസൂലുള്ളാന്റെ സുന്നത്തുകളിൽ നിന്നൊരു സുന്നത്തിനെ ആരാണോ ജീവിപ്പിക്കുന്നത് അവരാണ്. ആ വാചകം ഭയങ്കര. ഒരുപാട് സുന്നത്തുകൾ ഇന്ന് മരിച്ചു പോയിട്ടുണ്ട്. കാരണം ആ സുന്നത്തിനെ ജീവിപ്പിക്കേണ്ടവർ നമ്മളായിരുന്നു. നമുക്ക് ആ സുന്നത്തിനോട് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാരാന്ന് ചോദിച്ചാൽ റജുലുൻ അഹ്യാ സുന്നതൻ മിൻ സുനനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഉമീതത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ പ്രസ്താവന നടത്തിയിട്ട് പറയുന്നുണ്ട്, ഫസ്ബിറു യാ അസ്ഹാബസ് സുനനി റഹിമക്കുമുല്ലാഹ് ഫഇന്നക്കും അഖല്ലുൻ നാസ്. അതുകൊണ്ട് സുന്നത്തിൻ്റെ വക്താക്കളെ നിങ്ങൾ ഫസ്ബിറു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ വേണ്ടി സബർ കാണിക്കണം. അതൊരു വല്ലാത്ത വാചകമാണ്. കാരണം ഫഇന്നക്കും അഖല്ലുൻ നാസ്, ജനങ്ങളിൽ വളരെ ന്യൂനപക്ഷമാണ് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വെച്ചു, ജനങ്ങളിൽ നിങ്ങൾ വളരെ ന്യൂനപക്ഷമാണ് എന്ന്. അപ്പോൾ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്, ഒന്നാമത്തെ ബാധ്യത യഥാർത്ഥത്തിൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നാം പഠിക്കണം, മനസ്സിലാക്കണം. എന്തിനും ചോദിച്ചാൽ അതിനെ പിൻപറ്റാൻ വേണ്ടി നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത് മുസ്ലിങ്ങളിലേക്കല്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. ലിൽ ആലമീൻ, റഹ്മത്തായാണ് അയച്ചത്, അത് ലോകർക്ക് മുഴുവനുമാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ് ബശീറൻ വനദീറ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. എന്തൊരു വാചകം അറിയോ! സൂറത്ത് സബയിലെ 28-ാമത്തെ വചനമാണ്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, നബിയെ നിങ്ങളെ നാം അയച്ചിട്ടുള്ളത് മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. നിങ്ങൾ ബഷീറുമാണ്, നദീറുമാണ്. നിങ്ങൾ സുവിശേഷം അറിയിക്കേണ്ടവനാണ്, താക്കീത് നൽകേണ്ടവൻ. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇത് തിരിഞ്ഞിട്ടില്ല, ഇത് മനസ്സിലായിട്ടില്ല. നമുക്കത് മനസ്സിലാകണം, നമ്മളെങ്കിലും മനസ്സിലാകണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ നബിയല്ല, മുസ്ലിങ്ങളുടെ പ്രവാചകനല്ല. കാഫത്തൻ ലിന്നാസ്, കാലഘട്ട വ്യത്യാസമില്ലാതെ, ലോകത്തിലെ മതവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എങ്ങനെയാണ് പിന്നീട് ആ മുഹമ്മദ് നബിയെ ഒരു സമൂഹത്തിൻ്റെ മാത്രം സത്താക്കി നമ്മൾ മാറ്റുക? നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടവനല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമുക്ക് ആ നബിയോടുള്ള സ്നേഹം, ആ സ്നേഹം സത്യസന്ധമാകണം. ആ സ്നേഹം സത്യസന്ധമാകണമെങ്കിൽ ഒന്നാമതായി ഞാൻ പറഞ്ഞു, നബിയെ ഇത്തിബാ ചെയ്യണം. രണ്ടാമതായി ചെയ്യേണ്ടത് പൊതുസമൂഹത്തിന് നബിയെ നൽകണം. പൊതുസമൂഹത്തിന് നബിയെ നൽകണം. ഒരു ഭാഗത്ത് നമ്മൾ കാണുന്ന കാഴ്ച വല്ലാത്ത ഭയാനകമായ കാഴ്ചയാണ്. ഒരു ഭാഗത്ത് നബിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുണ്ട്, ജീവനേക്കാളേറെ നബിയെ സ്നേഹിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് നബിയെ നിരന്തരം ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ, എല്ലാ നബിമാർക്കും ശത്രുക്കളുണ്ട്. അല്ലാഹു പറഞ്ഞു വെച്ചതാ, എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. മുഹമ്മദ് നബി ചർച്ച ചെയ്യപ്പെടണം, അത് മുസ്ലിങ്ങളുടെ ഇടയിലല്ല, മുസ്ലിങ്ങളുടെ ഇടയിലല്ല, ലോകജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടണം. സഹാബക്കളുടെ കാലം മുതൽ നബിക്ക് വിമർശകരുണ്ടായിരുന്നു. നമ്മൾ സൂറത്ത് ഫുർഖാൻ വായിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായി. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾ കാണാം. ഒരുപാട് സംഭവം, പറഞ്ഞാൽ തീരാത്ത അത്രയും സംഭവം, എങ്ങനെയൊക്കെ നബിയെ അവർ പ്രതിരോധിച്ചു എന്ന്. അതൊരു വല്ലാത്ത സംഗതിയാണ്, വല്ലാത്ത സംഗതിയാണ്. സാഹിത്യം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്, നമുക്കറിയാം. അതുകൊണ്ടാണ് നബിയുടെ മുഅ്ജിസത്തായി ഖുർആൻ വന്നത്, അതുകൊണ്ടാണ് വന്നത്. വലിയ സാഹിത്യകാരന്മാർ ഇന്നും ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിൽ, ആധുനിക അറബി സാഹിത്യത്തിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്ന അന്നത്തെ സാഹിത്യങ്ങളുണ്ട്. ജാഹിലിയ കാലത്തെ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന കവിതകളുണ്ട്. ഭയങ്കര അത്ഭുതകരമാണ് ആ കവിതകൾ. ഇന്നും യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കപ്പെടുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടം അത്രമാത്രം സാഹിത്യ സമ്പന്നമായിരുന്നു. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ കവിതകൾ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പ്രസംഗങ്ങൾ വന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളിൽപ്പെട്ട പ്രമുഖരായ കവികൾ അതിനെ നേരിട്ടു, പ്രതിരോധിച്ചു. കാരണം അവർ നബിയെ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ അവർ തയ്യാറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കണ്ടാണ് ആ പ്രതിരോധത്തിലേക്ക് അവർ എത്തിയത്. അത് നമുക്ക് നബിയുടെ ജീവിത ചരിത്രത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി ബോധ്യമാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇടയിൽ നബിയെക്കുറിച്ചുള്ള വികലമായ ധാരണകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. നമുക്ക് പ്രവാചകനോട്, നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളെ തിരുത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാകണം നാം. അതാണ് സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കി ആരും നബിയെ സ്നേഹിച്ചു പോകും. അതാണ് നബിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. മനസ്സിലാക്കലാണ് പ്രശ്നം, നബിയെ എത്തിക്കലാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിജയിക്കേണ്ടത്. സുഹൈൽ ഇബ്നു അംർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. ഖുറൈശികളുടെ കൂട്ടത്തിലെ വലിയ പ്രഭാഷകനായിരുന്നു അദ്ദേഹം. അന്ന് കവിത പോലെ
വലിയൊരു കലയായിരുന്നു, സാഹിത്യത്തിൻ്റെ ഭാഗമായിരുന്നു പ്രഭാഷണം എന്ന് പറയുന്നത്. ഇസ്ലാമിലേക്ക് ചാഞ്ഞു നിന്ന പലരെയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ചാരുത കൊണ്ട് കുഫറിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത്ര സ്മാർട്ടായിരുന്നു അദ്ദേഹം. ബദർ യുദ്ധത്തിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളമായി അപവാദങ്ങൾ പ്രചരിപ്പിച്ച് പ്രസംഗിച്ച ആളാണ്. ഒരുപാട് ഒരുപാട് മനുഷ്യരെ ഇസ്ലാമിലേക്ക് വരുന്നതിൽ നിന്ന് തടഞ്ഞ ആളാണ്. നിരന്തരമായി പണിയെടുത്ത ആള്. ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഇവന്റെ പല്ല് ഞാൻ അടിച്ചു പൊട്ടിക്കട്ടെ. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവമായിരുന്നല്ലോ. അതായത് ഇദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ ശാന്തമാക്കി പറഞ്ഞു, സുഹൈലിനെ വിട്, നിനക്കിഷ്ടപ്പെട്ട ഒരു കാര്യം സുഹൈലിലൂടെ വരും എന്ന്. കാലങ്ങൾ കുറേ പോയി. മക്ക ഫത്ഹ് ഉണ്ടായി, മക്ക വിജയം. അന്നാണ് സുഹൈൽ ഇസ്ലാം സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമുക്കറിയാം അതൊക്കെ. ഒരുപാട് ആളുകൾ മുർത്തദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സ്വയം പ്രവാചകനാണെന്ന് പറഞ്ഞ ആളുകൾ വന്നു. സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ ആളുകൾ വന്നു. ഭയങ്കര പ്രതിസന്ധികൾ ഉണ്ടായി. മദീനയിലും പരിസരത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ അന്ന് മക്കയിൽ സ്ഥിര താമസമാക്കിയിരുന്ന സുഹൈൽ എന്താണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ ചെയ്തത്, അതേ പരിപാടികൾ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അന്വർത്ഥമാക്കുകയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും പരിചയപ്പെടുത്തി. വല്ലാത്തൊരു സംഭവമായിരുന്നു അത്. വല്ലാത്തൊരു സംഗതി. നമ്മൾ ചിലപ്പോൾ സഹോദരന്മാരെ, ചിലപ്പോൾ ചില സംഗതികൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വികാരം വരും. ഞാനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച ചിലരുടെ ചരിത്രത്തിലേക്ക് പോയി നോക്കി. നബിയെ പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യന്മാർ വല്ലാതെ പ്രയാസപ്പെടുത്തിയ ഒരു ഇസ്ലാം ആശ്ലേഷണം ഞാൻ കണ്ടത്, ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിൽ ഖുർആനിനെ പരിഭാഷ എഴുതിയ ഒരു മുസ്ലിമുണ്ട്. 1930 ആ പരിഭാഷ പുറത്തിറങ്ങുന്നത്. യൂറോപ്യനാണ്, മുഹമ്മദ് പിക്താണ്, മാർഡിക് പിക്താണ്. അദ്ദേഹം യൂറോപ്യനാണ്, ലണ്ടനിലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹം ധാരാളമായി യാത്ര ചെയ്യുമായിരുന്നു. ഭയങ്കര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വല്ലാത്ത അത്ഭുതം തോന്നും അത് വായിച്ചാൽ. അദ്ദേഹത്തിൻ്റെ 18 വയസ്സിൻ്റെയും 20 വയസ്സിൻ്റെയും ഇടയിൽ അദ്ദേഹം ഫലസ്തീനിലാണ് ജീവിച്ചത്. ഫലസ്തീനിലേക്ക് അദ്ദേഹം പോകാനുണ്ടായ കാരണം അദ്ദേഹത്തിന് ഈ ഫോറിൻ അഫയേഴ്സിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫോറിൻ അഫയേഴ്സിൽ വർക്ക് ചെയ്യണമെങ്കിൽ വ്യത്യസ്തമായ ഭാഷകൾ അറിയണം. അങ്ങനെ ഫലസ്തീനിൽ വന്ന് അദ്ദേഹം അറബി പഠിച്ചു. പിന്നെ അദ്ദേഹം നിരന്തരമായി മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്തു. 1913 അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്, തുർക്കിയിൽ വെച്ച. 1913 അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഞാൻ മുസ്ലിമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു പ്രഭാഷണത്തിലാണ് അത് പ്രഖ്യാപിക്കുന്നത്. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ മൂല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അല്ലാത്തൊരു സംഭവമാണ്. അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കിയിലെ ഒരു പ്രദേശത്ത് അദ്ദേഹം ഒരു സംഭവം കാണുകയാണ്. ഒരാളെ ചീത്ത പറയുകയാണ് വേറൊരാൾ. ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്, അടിക്കണമുണ്ട്. നല്ല ശക്തിയുള്ള ഈ മനുഷ്യൻ തിരിച്ചടിക്കുന്നില്ല, തിരിച്ച് ചീത്തയും പറയുന്നില്ല. ഇദ്ദേഹത്തിന് ഈ കാഴ്ച ഭയങ്കര കൗതുകമായി. അന്ന് അദ്ദേഹം തുർക്കിയിൽ താമസിക്കാൻ ഒരു രാഷ്ട്രീയപരമായ കാരണമുണ്ടായിരുന്നു. അത് തുർക്കി രാജവംശത്തെക്കുറിച്ച്, തുർക്കി ഒട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് അതിശക്തമായ പലതരത്തിലുള്ള ആരോപണങ്ങളും ഈ ബ്രിട്ടീഷുകാർ ഇളക്കി വിട്ടിരുന്നു. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം അവർക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ഓരോരുത്തരെ എത്തിക്കുന്ന ഒരു സംഗതിയാണ് ഭയങ്കര അത്ഭുതം. അപ്പം ഈ ശണ്ട കഴിഞ്ഞിട്ട് അദ്ദേഹം
ഈ അടിച്ച ആൾ തിരിച്ചു പോയപ്പോൾ അദ്ദേഹം ഈ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളെന്താ തിരിച്ചടിക്കായിരുന്നു? നല്ല ശക്തി ഉണ്ടല്ലോ നിങ്ങൾക്ക്, എന്താ തിരിച്ചടിക്കായിരുന്നു? ഒരു ചോദ്യമാണല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു തെറിയൊന്നും പറയായിരുന്നു? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ മനുഷ്യനോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു, തിരിച്ചു കൊടുക്കേണ്ട അവധിയായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്കത് പറഞ്ഞുകൂടല്ലോ തിരിച്ച്. പിന്നെ അടിക്കാമായിരുന്നു. നമ്മൾ ചോദിച്ചാലോ എന്താ അടിക്കാതിരുന്നത്? ഞാൻ അടിച്ചില്ല, കാരണം ഞങ്ങൾക്കൊരു നേതാവുണ്ട്. ആ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് സബ്ർ എന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അന്നാണ് അദ്ദേഹം ആദ്യമായി സബ്റിനെ കുറിച്ച് കേൾക്കുന്നത്. ഈ മനുഷ്യനോട് ഇയാൾ ചോദിച്ചു, പിക്താൾ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ഈ നേതാവ്, എവിടെയാണുള്ളത്? അന്ന് ഇയാളിങ്ങനെ തേടി നടക്കുക ആളുകളെയൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു വിനോദം അതായിരുന്നു, എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ നേതാവ് ഇപ്പോൾ ഇവിടെ ഇല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ഒരാളാണ്. അതാരാന്ന് ചോദിച്ചു. അത് മുഹമ്മദ് നബിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മുഹമ്മദ് നബിയെ പിന്നീട് പിക്താൾ പഠിക്കുകയാണ്. വല്ലാത്ത അത്ഭുതകരമാണ്. പിന്നെ പിക്താളുടെ ജീവിതത്തിന് നമ്മുടെ ഇന്ത്യയുമായി വല്ലാത്ത ബന്ധമുണ്ട്. അത് വലിയ കഥകളാണ്. ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് മാഗസിൻ്റെ എഡിറ്ററായിരുന്നു പിന്നീട് പിക്താൾ. ഇന്ത്യക്കാരായിരുന്നു അതിൻ്റെ പ്രസിദ്ധീകരണം. അവർ ബോംബെയിൽ നിന്ന് ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ ഒരു പത്രം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ എഡിറ്ററായി ഇദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹം ലണ്ടനിൽ നിന്ന് ഇന്ത്യയിൽ വരിക, ജോലി ചെയ്യാൻ വേണ്ടി. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു. ഇന്ത്യയിൽ ലണ്ടനിലേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടിയോണ്ടൊന്നുമല്ല. പക്ഷേ ഈ പത്രം ഇദ്ദേഹം ഏറ്റെടുത്ത് വമ്പിച്ച സർക്കുലേഷനൊക്കെ ഉണ്ടായി, വലിയ സംഭവമായി. ബ്രിട്ടീഷുകാർ ഈ പത്രം പൂട്ടി. അപ്പോൾ അദ്ദേഹത്തെ ഹൈദരാബാദ് നിസാം ഏറ്റെടുക്കുകയാണ്. അവിടുന്നാണ് അതിമനോഹരമായ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ആ വ്യാപ്തി അവിടുന്ന്. ഹൈദരാബാദ് നിസാമിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അവസാനം ഹൈദരാബാദ് നിസാം അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും ആ പ്രദേശത്തെ, എന്നാൽ ഹൈദരാബാദ് ഇന്ത്യയിൽ ഉള്ളിലാണെങ്കിലും ഒറ്റപ്പെട്ട ഒരു സാമ്രാജ്യമാണ്. നിസാമുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈദരാബാദ് നിസാമിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. 928 913 ഇസ്ലാം സ്വീകരിച്ച പിക്താൾ 930 അദ്ദേഹം ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കുക. ആലോചിക്കുക, കാലഘട്ടം ഇത്ര ചെറിയ സമയം കൊണ്ടാണ്. 928, 29, 30 വർഷങ്ങൾ ഹൈദരാബാദ് നിസാമിനോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് 2 വർഷം അവധി തരണം, എനിക്കെൻ്റെ ഖുർആൻ പരിഭാഷ പൂർത്തിയാക്കണം. ഖുർആൻ പരിഭാഷയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഇസ്ലാമാണ്. ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ എവിടെയാണ് നമ്മളുള്ളത്? അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഉണ്ടായ വെല്ലുവിളികൾ. 930 അദ്ദേഹം ഈ ഖുർആൻ പരിഭാഷ ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ആ പരിഭാഷയ്ക്കെതിരെ ഈജിപ്തിലെ അന്നത്തെ പണ്ഡിതന്മാർ മുഴുവൻ ബഹളം ഉണ്ടാക്കി. ഖുർആൻ്റെ പരിഭാഷ പാടില്ല എന്ന് അവർ പറഞ്ഞു. വലിയ അത്ഭുതകരമാണ് ആ സംഭവം, വലിയ ചരിത്രമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് വലിയ മനുഷ്യന്മാരുണ്ട്. നമ്മളൊക്കെ ഓർക്കേണ്ടത് അതാണ്. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന മുഹമ്മദ് നബിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്ക് മതിയാകും, ഒരു പുസ്തകം മതിയാകും. നബിയുടെ ഏതെങ്കിലും ഒരു നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തി, ഇത് എൻ്റെ നേതാവിൻ്റെ ജീവിതമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വാക്ക് മതിയാവും. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ, തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വെങ്കടാചലം അടിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള അടിയാർ എന്നായി. വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. വെങ്കടാചലം അദ്ദേഹത്തിന് ഒരു പുസ്തകം ഒരാൾ സമ്മാനമായി നൽകി.
അത് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള ഒരു പുസ്തകമായിരുന്നു. വലിയ തിരക്കുള്ള രാഷ്ട്രീയക്കാരൻ. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം രാഷ്ട്രീയത്തിൻ്റെ തിരക്കിനിടയിൽ അദ്ദേഹത്തിന് വായിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നല്ലോ. അന്ന് അടിയാർ ജയിലിലായി. കാരണം അയാൾ അടിയന്തരാവസ്ഥക്കെതിരായിരുന്നു. അപ്പം ജയിലിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഇനി എന്താ ചെയ്യാൻ. അപ്പം ജയിലിൽ കാണാൻ വരുന്ന ഭാര്യയോട് പറഞ്ഞു, എൻ്റെ മേശപ്പുറത്തുള്ള പുതിയ പുസ്തകങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരണം. ആ കൊണ്ടുവന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് സുഹൃത്ത് സമ്മാനിച്ച ആ പുസ്തകമുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിൽക്കാലത്ത്, ആ പുസ്തകത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഞാൻ ഒരുപാട് തവണ വായിച്ചു. ആ പുസ്തകം എനിക്ക് ചെറിയ പേജുകളുള്ളൂ, പക്ഷേ എനിക്ക് ആ പുസ്തകം ഭയങ്കര പരിചിതമായി. അത്രമാത്രം ഞാൻ വായിച്ചു. ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 4 ആവർത്തിച്ച് വായിച്ചപ്പോഴേക്ക് അദ്ദേഹത്തിന് മുഹമ്മദ് നബിയോടുള്ള വല്ലാത്ത അനുരാഗം വന്നു. ആ അനുരാഗത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഒരു പുസ്തകമാണ്, കേവലം പേജുള്ള മുഹമ്മദ് നബിയുടെ ജീവിതം പറയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തെ മുസ്ലിമാക്കിയത്. എന്നിട്ട് അദ്ദേഹം പുസ്തകം എഴുതി. 1 അല്ല 12ഓളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിട്ടാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. ഞാനറിയുന്ന ഇസ്ലാം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ഒരുപാട് ഭാഷകളിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അറിയേണ്ടത് നമ്മുടെ ബാധ്യതകളെക്കുറിച്ചാണ്. മുസ്ലിമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ബാധ്യതകൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമായിരുന്നു നബിയുടെ കൂടെ ഉണ്ടായിരുന്നവർ സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബിയാണ് വിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തെക്കാൾ പ്രധാനപ്പെട്ടത്. നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇത്? സ്വന്തത്തെക്കാൾ പ്രധാനപ്പെട്ടത് അങ്ങനെ ഉണ്ടാവും? എൻ്റെ സ്വന്തത്തെക്കാൾ, എൻ്റെ സ്വന്തം ശരീരത്തെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത്, എൻ്റെ കുടുംബത്തെക്കാൾ, എൻ്റെ സമ്പത്തിനേക്കാൾ, എൻ്റെ മക്കളെക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് നബിയാകണം. ഇത് കഥയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുഭാഗവും ഉണ്ടായിരുന്ന അറബി ഭാഷയിൽ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, റിജാലുൻ ഹൗല റസൂൽ എന്ന് പറഞ്ഞിട്ട്. റിജാലുൻ ഹൗല റസൂൽ, റസൂലിൻ്റെ ചുറ്റുഭാഗം കൂടിയിരുന്ന ഒരുപാട് ആളുകളുണ്ടായി. സഹാബികളുടെ ചരിത്രമാണ്. സഹാബികളുടെ ചരിത്രം വളരെ മനോഹരമായ പല രീതികളിലും പല വേർഷനുകളിലും വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞത്. പല പേരിലും വന്നിട്ടുണ്ട്. ആ സഹാബികളെക്കുറിച്ച്, ആ സഹാബികൾ നബി തിരുമേനിയുടെ ചുറ്റുഭാഗം കൂടി ജീവിച്ച രീതി കണ്ടിട്ട് അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം. മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട റസൂലിന്റെ കൂടെ ഓടിക്കൂടിയ ആളുകൾ, വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ, എല്ലാ നല്ലതിലും അദ്ദേഹത്തെ പിൻപറ്റിയവർ, റളിയല്ലാഹു അൻഹും വറദു അൻ, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടു, വറദു അൻ, അവർ അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ടു. റസൂലിന്റെ കൂടെ ജീവിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് അതായിരുന്നു. അതുകൊണ്ടാണ് അവരെ സഹാബികൾ എന്ന് പറഞ്ഞത്. അനുയായികൾ എന്നല്ല പറയാ. എന്താ സഹാബിയും അനുയായിയും തമ്മിലുള്ള വ്യത്യാസം? സഹാബി എന്ന് പറഞ്ഞാൽ സഹവസിച്ചവനാണ്, പിൻപറ്റിയവനല്ല. കൂടെ നിന്നവർ, കൂടെ നിന്ന് അവർ കാണിച്ചു വന്നു. ഈമാനിൻ്റെ കാര്യത്തിൽ, ഹിജ്റയുടെ കാര്യത്തിൽ, ജിഹാദിൻ്റെ കാര്യത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ ജീവിച്ചു. അവരുടെ ശരീരവും സ്വത്തും സമ്പാദ്യവും ഒക്കെ നബിക്ക് വേണ്ടി അവർ ഭയങ്കരമായിരുന്നു. നോക്കൂ, അവരാണ് യഥാർത്ഥത്തിൽ റസൂലിനെ സ്നേഹിച്ചവർ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, വാദം കൊണ്ടല്ല. നമ്മൾ പരിശോധിച്ച് നോക്കണം അവരെങ്ങനെയാണ് റസൂലിനെ സ്നേഹിച്ചത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കഥ നമുക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചു, എന്ത് തീവ്രമായ വെല്ലുവിളി ഏറ്റെടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഹിജ്റ പോകാൻ ഇറങ്ങിത്തിരിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചു.
ഉമർ റളിയല്ലാഹുവിൻ്റെ കഥ അറിയാം, ഉസ്മാൻ, അലി റളിയല്ലാഹു അജ്മഈൻ. ഒരിക്കൽ അലി റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹ്, എങ്ങനെയായിരുന്നു നിങ്ങൾ റസൂലിനെ സ്നേഹിച്ചിരുന്നത്? എന്തായിരിക്കും മറുപടി? അദ്ദേഹം പറഞ്ഞ മറുപടി, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ലമ. എഴുതി വെക്കണം ആ വാചകം, അത്ര മനോഹരമാണ്. കാന വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അദ്ദേഹം അഹബ്ബു ഇലൈന, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരുന്നു, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ മക്കളേക്കാൾ, ഞങ്ങളുടെ മാതാപിതാക്കളേക്കാൾ. എന്തിനധികം, ദാഹിച്ച് വലഞ്ഞ മരുഭൂമിയിൽ കറങ്ങുമ്പോൾ കിട്ടുന്ന വെള്ളത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് ആ നബിയായിരുന്നു. ഇത് കേവലം വർത്തമാനമായിരുന്നില്ല, അവരത് കാണിച്ചു, ഓരോ സന്ദർഭത്തിലും കാണിച്ചു. പ്രതിസന്ധികളുടെ ഘട്ടത്തിലൊന്നും അവർ ഒഴിഞ്ഞുപോയില്ല, നബിൻ്റെ പിന്നിൽ നിന്ന് കൂടെ നിന്നു. എന്ത് വൈകാരികമായ ചരിത്രമാണെന്നറിയും. ഉഹദ് യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മുസ്ലിങ്ങൾക്കൊരു ചെറിയ പ്രയാസം വന്ന യുദ്ധമായിരുന്നു. ഉഹദ് യുദ്ധത്തിലെ 9 ആളുകളെക്കുറിച്ച് ആ യുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ പറയാറുണ്ട്. അവസാന ഘട്ടത്തിൽ പിടിച്ചു നിന്ന 9 ആളുകളുണ്ടായിരുന്നു. 7 ആളുകൾ അൻസാറുകളും 2 ആളുകൾ മുഹാജിറുകളുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി പോലും പരന്ന യുദ്ധമായിരുന്നു. നബിയുടെ ചുറ്റുഭാഗവും ഈ 7-2-9 ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നബിക്ക് നേരെ അതിശക്തമായ അമ്പുകൾ വരാൻ തുടങ്ങി, അതിശക്തമായ അമ്പുകൾ. സഹാബികൾ അത് തടുക്കുകയായിരുന്നു സ്വന്തം ശരീരം കൊണ്ട്. അൻസാറുകളിൽപ്പെട്ട 7 ആളുകളും ഓരോരുത്തരായി പെടഞ്ഞു വീണു. അവസാനം 2 മുഹാജിറുകൾ മാത്രം ബാക്കിയായി. ആ ബാക്കിയായ മുഹാജിറുകളിൽ ഒരുത്തനും ഷഹീദായി. അവസാനം അബൂ തൽഹ മാത്രമാണ് ഉണ്ടായിരുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടവും വലവും മുമ്പിലും പിമ്പിലും അബൂ തൽഹ മാത്രം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അതിശക്തമായി അമ്പുകളും അതുപോലെ തന്നെ കുന്തവും ഒന്ന് പതിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി അബൂ തൽഹ പറഞ്ഞ വാചകം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ നബി അല്ലാഹ് ബി അബി അൻത വ ഉമ്മി ലാ തുശ്രിഫ് യുസീബുക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗമി നഹരി ദൂന നഹരിക്. അല്ലാഹുവിൻ്റെ നബിയെ, അല്ലാഹുവാണ് സത്യം, എൻ്റെ നെഞ്ചത്ത് പതിക്കാതെ ഒരമ്പും അങ്ങയുടെ നെഞ്ചത്ത് വരികയില്ല. അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഇബാദത്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഇബാദത്ത്, ആ കർമ്മം, അതൊരു സൽക്കർമ്മമാണ്. നബിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഈ രീതിയിലാണ് കാണിക്കേണ്ടത്, ഈ രീതിയിലാണ്. സഹാബികളുടെ ജീവിതം അതിമനോഹരമാണ്, അതിമനോഹരം. നോക്കൂ, നബിയെ എങ്ങനെ അവർ മനസ്സിലാക്കി എന്നത് വളരെ അത്ഭുതകരമാണ്, ഭയങ്കര രസമാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമ്മു സുലൈമിനെ കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര രസമുള്ള ഇണകളായിരുന്നു. ഒരിക്കൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, സമിഅ്തു സൗത റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഈഫൻ അഹരിഫു ഫീഹിൽ ജൂ'. നബിയുടെ ശബ്ദം ഞാനിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി നബിക്ക് വിശക്കുന്നുണ്ട്. ഫഹൽ ഇൻദക മിൻ ഷൈ, എന്തെങ്കിലും ഉണ്ടോ നബിക്ക് കൊടുക്കാൻ? എന്ത് കേട്ടിട്ടാ? ശബ്ദം കേട്ടിട്ട്. ഓക്കെ, നബിയുടെ സംസാരം കേട്ടിട്ട് നബിയുടെ ശാരീരികമായ ഒരു വികാരത്തെ തിരിച്ചറിയാൻ മാത്രം അനുയായികൾ വളർന്നാൽ എന്താണ് നമ്മൾ അവരെ വിളിക്കേണ്ടത്?
ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നി എന്നാണ് ഭാര്യനോട് വിളിച്ചു പറയണത്. ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നി. ശബ്ദമേ കേട്ടിട്ടുള്ളൂ, പറഞ്ഞിട്ടില്ല നബി വിശക്കുന്നുണ്ട്. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് തോന്നി നബിക്ക് വിശക്കുന്നുണ്ട്. എന്താണ് ആ സ്നേഹം? എന്താണ് ആ വികാരം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വല്ലാത്ത സംഭവമല്ലേ അത്? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതായിരുന്നു സ്നേഹം. അബൂ തൽഹ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലുള്ള കുറേ ഗോതമ്പൊക്കെ എടുത്ത് വെച്ച് അതുകൊണ്ട് ഖുബ്സ് ഉണ്ടാക്കി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഉമ്മു സുലൈം എനിക്ക് അത് പൊതിഞ്ഞു തന്നു, എന്നിട്ട് എൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കാൻ പറഞ്ഞു. കാരണം കുറച്ചേ ഉള്ളൂ, റസൂലിന് മാത്രം കൊടുക്കാനാ. ഞാൻ ചെന്ന് അവിടെ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് ഞാനിങ്ങനെ എൻ്റെ തുണിയുടെ ഉള്ളിൽ ഇത് മറച്ചു വെച്ച് കൊണ്ട് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഞാൻ ചെന്ന് നിന്നപ്പോൾ എന്നോട് ചോദിച്ചു, അർസലക അബൂ തൽഹ? അനസ്, നീ അബൂ തൽഹ പറഞ്ഞയച്ചതാണോ നിന്നെ? നോക്ക് നിങ്ങൾ ആ ഒരു വൈകാരിക ബന്ധം. നബിക്കറിയാം അബൂ തൽഹയെ വിളിച്ചപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കിട്ടുമെന്ന്. അദ്ദേഹം പറഞ്ഞു അതെ. അനസ് പറഞ്ഞു അതെ. നബി ചോദിച്ചു, അലി തആം, ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചതാണോ എന്ന്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതെ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാണ്. ഭക്ഷണം ശരിക്ക് ഈ റൊട്ടി പൊതിഞ്ഞത് ഇതിൻ്റെ തുണീൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത് കേൾക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ളവരോട് പറഞ്ഞു, ഖൂമു, പോര്, എഴുന്നേൽക്കി, പോകാം നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കാണ് അബൂ തൽഹയുടെ വീട്ടിലേക്ക്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും പിന്നാലെ നടന്നു. നബിയും ഒരു 10-60 ആളുകളും ഇങ്ങനെ വരുന്ന കാഴ്ച ഉമ്മു സുലൈം കാണുമ്പോൾ ഉമ്മു സുലൈം ബേജാറാണ്ട്. ആകെ കുറച്ച് റൊട്ടിയുള്ളൂ, അതെന്നെ അനസിൻ്റെ അടുത്ത് കൊടുത്തയച്ചതാ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന്. ഭയങ്കര സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്നേഹിച്ച ആ രീതിയാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ഈ റൊട്ടി എടുത്ത് കാണിച്ചു കൊടുത്തു. ഉമ്മു സുലൈമിനോട് അത് പൊടിക്കാൻ പറഞ്ഞു. നബി റൊട്ടി പൊടിച്ചിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് 10 ആളുകൾ വീതം വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. 10 ആളുകൾ. ആദ്യത്തെ 10 ആൾ കഴിച്ച് ഭക്ഷണം മതിയായി പൂർത്തിയായപ്പോൾ അടുത്ത 10 ആൾ, അങ്ങനെ 10 ആൾ, 60 ആളുകൾ ഭക്ഷണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. അതിലെ വിഷയം അതല്ല, ഞാൻ പറഞ്ഞ വിഷയം നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിൽ നിന്ന് നബിയുടെ ശാരീരിക വികാരത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വണ്ണം ഭയങ്കര. ഞാൻ നേരത്തെ ഉമറുൽ ഖത്താബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഉമറുൽ ഖത്താബ് നല്ല സ്റ്റേണായ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം റസൂലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കരഞ്ഞ ഒരു രംഗമുണ്ട്. അതാ ആ സ്നേഹത്തിൻ്റെ ശക്തിയാണത് കാണിക്കുന്നത്. അത് അദ്ദേഹം തന്നെയാണ് നമുക്ക് വിവരിച്ചു തരുന്നത്. ഞാൻ നബിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, നബിയുടെ ആ വീട്ടിലിങ്ങനെ ചെന്ന് നിന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അദ്ദേഹം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുക. നബി എഴുന്നേറ്റപ്പോൾ നബിയുടെ ശരീരത്തിൽ മുഴുവൻ ഈത്തപ്പന ഓലയുടെ പാടുകളുണ്ട്. ഈത്തപ്പന ഓലയുടെ പാടുകൾ, കിടക്കാൻ മിനുസമുള്ള ഒരു വിരിപ്പില്ല എന്നർത്ഥം. ഞാനിങ്ങനെ നോക്കി, ആ മൂലയിലൊരു പാത്രമുണ്ട്, ഒരു പൊടിയൊക്കെ ഇട്ട് വെക്കണ പാത്രം, റൊട്ടിണ്ടാക്കാനുള്ള പൊടി. ഞാനതിങ്ങനെ പൊക്കി നോക്കുമ്പോൾ ഒരു ചെറിയ കയ്യിൽ പിടിക്കാവുന്ന അത്ര വേറൊന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ മൂലയിൽ ഒരു ചെറിയ പാത്രമുണ്ട്, തോൽപാത്രത്തിലായിരുന്നു അന്ന് വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്നത്, കുടിക്കണ വെള്ളം, അതായിരുന്നു അന്നത്തെ പാത്രം. ആ പാത്രമാകട്ടെ, ആ പാത്രത്തിൻ്റെ പാത്രം എന്നുള്ള എല്ലാ സ്വഭാവവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ കരഞ്ഞുപോയി. ആരാ കരയണേ? ഇത് കണ്ട റസൂലുള്ളാഹ് ചോദിച്ചു ഉമറിനോട്, മാ യുബ്കീക യാ ഇബ്നുൽ ഖത്താബിന്റെ മോനെ, നീ എന്തിനാ കരയണേ? എന്താ നിന്നെ കരയിപ്പിച്ചത്?
ഉമർ ഖത്താബ് മറുപടി പറയുന്നുണ്ട്, യാ നബി അല്ലാഹ് വമാ ലി ലാ അബ്കി വഹാദൽ ഹസീറു ഖദ് അത്ഥറ ഫീ ജംബിക്. റസൂലുള്ളാഹ്, എങ്ങനെ ഞാൻ കരയാതിരിക്കും? ഈ പായ അങ്ങയുടെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വഹാദിഹി ഖസാനതുക ലാ അറാ ഫിഹാ ഇല്ലാ മാ അറാ. ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന ഈ പാത്രത്തിൽ ഒന്നും കാണാനില്ല. വദാക ഖൈസറു വകിസ്റ ഫി الثിമാരി വൽ അൻഹാർ വഅൻത റസൂലുള്ളാഹ്. എന്താണ് ആ വാക്ക്? കൈസറും കിസ്റയും ഒക്കെ അതാ വല്ലാത്ത സമ്പന്നതയിൽ ജീവിക്കുന്നു. അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലായിട്ട് ഇങ്ങനെയാണ് ജീവിക്കുന്നത്. നോക്കൂ, അത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ കരച്ചിൽ. നബി തിരുമേനി പറയുന്നൊരു മറുപടി ഉണ്ട് അവിടെ, യബ്നൽ ഖത്താബ് അലാ തർദ അൻ തകൂന ലനൽ ആഖിറ അൻ തകൂന ലനാ അൽ ആഖിറ വലഹുമുദ് ദുനിയ. ഖത്താബിൻ്റെ മോനെ, നമുക്ക് ആഖിറത്തും അവർക്ക് ദുനിയാവും മാത്രം കിട്ടുകയാണെങ്കിൽ നീ തൃപ്തിയാകൂലേ? ചോദ്യമാണ്. ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ബല. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു, എന്തുമാത്രം സ്നേഹമായിരുന്നു എന്ന്. ഭയങ്കരമായ സ്നേഹം പറഞ്ഞാൽ തീരൂല. ഞാനിത് പറയുന്നത് എന്തിനാ വെച്ചാൽ ഒരു വളരെ ഗൗരവമുള്ള ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ഒരു പരിശോധനയ്ക്ക് വേണ്ടി. സെയ്ദ് ബിനു ദുസ്ന റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച കാരണമായി മക്കക്കാർ അദ്ദേഹത്തെ മക്കയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് മക്കയുടെ പുറത്തൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അബൂ സുഫിയാനാണ് നേതൃത്വം നൽകുന്നത്. അന്ന് അബൂ സുഫിയാൻ മുസ്ലിം അല്ല, പിന്നീട് അബൂ സുഫിയാൻ മുസ്ലിമായി. അങ്ങനെ കുരിശിൽ തറക്കാൻ വേണ്ടി ഒക്കെ റെഡിയാക്കി കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സെയ്ദ് ബിനു ദസ്നയോട്, അതുഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഇൻദനാ മകാനക് നദ്രിബു ഉനുഖഹു വഅൻത ഫി അഹ്ലിക്. നിനക്കിഷ്ടമുണ്ടോ മുഹമ്മദിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിന്റെ സ്ഥാനത്ത് നിർത്തിയിട്ട് മുഹമ്മദിന്റെ കഴുത്ത് ഞങ്ങൾ എടുക്കാം, നിന്നെ വിടാം, നിന്നെ നിന്റെ വീട്ടിലേക്ക് വിടാം? എത്ര സിമ്പിളായ ചോദിക്കണത്. അബൂ സുഫിയാൻ ചോദിച്ച ചോദ്യം, നിനക്കിഷ്ടമുണ്ടോ അതിന്? എപ്പോഴാ? ഉറപ്പാണ്. അദ്ദേഹത്തെ കൊന്നു. ആ സംഭവത്തിലാണ് ചോദിക്കുന്നത്. സെയ്ദ് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി മുഖീമുൻ തുസീബു ശൗക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ എവിടെയാണോ അവിടെ, അദ്ദേഹത്തിന്റെ വീട്ടിലോ നാട്ടിലോ ഒക്കെയാണ്, അവിടെ അദ്ദേഹത്തിനൊരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെയല്ലേ ബാക്കി. അന്നാണ് അബൂ സുഫിയാൻ പറഞ്ഞ അന്ന് അബൂ സുഫിയാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ അത് കാണാം. നബിയുടെ ചരിത്രം പറയുന്നിടത്തൊക്കെ, മാ റഅയ്തു അഹദൻ മിനൻ നാസി യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. എൻ്റെ ജീവിതത്തിൽ മുഹമ്മദ് നബിയുടെ സഹാബികൾ, അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്താണെന്ന് ആലോചിച്ചു. ഭയങ്കരമല്ല, തീരൂല സഹോദരന്മാരെ പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്. തീരൂല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിങ്ങനെ ഇത് പറയാ കേൾക്കുക എന്നൊക്കെയുള്ളതിനപ്പുറം നമ്മളിതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓടുള്ള സ്നേഹം ഇന്ന് വഴിമാറിപ്പോയ ഒരു കാലഘട്ടമാണ്. ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബസറയിലുള്ള കുറച്ച് ആൾക്കാർ മുആവിയ ഭരണം നടത്തുന്ന കാലഘട്ടത്തിലാണ്. മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. കുറേ ആൾക്കാർ മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ഒരുപാട് ആളുകൾ നബിയുടെ രൂപമുള്ള ആളുകളുണ്ട്.
നബിയുടെ അങ്ങനെ നമ്മൾ പറയല്ലോ, ഇന്നയാളെ കണ്ടാൽ ഒരു സാദൃശ്യമുണ്ട് എന്ന് തോന്നുന്നു. അപ്പം അന്ന് വളരെ പ്രസിദ്ധനായ ഒരാളുണ്ടായിരുന്നു, കാബിസ് ഇബ്നു റബിയ എന്ന് പറഞ്ഞാൽ. കാബിസ് ഇബ്നു റബിയ, അദ്ദേഹം നബിയുടെ അതേ കോപ്പിയായിരുന്നു, ഒരു വ്യത്യാസമില്ല. മുആവിയക്ക് അദ്ദേഹത്തെ കാണാൻ ഭയങ്കര പൂതിയായി, അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നപ്പോൾ, കുറച്ച് പ്രായമായ ഒരു മനുഷ്യനാണ്. മുആവിയ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾക്കിടയിലും ചുംബിച്ചു. അങ്ങനെയാണ് ബഹുമാനം ഉണ്ടെങ്കിൽ ചുംബിക്കാം. അവിടെ അത് കണ്ടിട്ടുണ്ടാവും, അറബികളൊക്കെ ചുംബിക്കാം. ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര കൗതുകമായി. മുആവിയ ഭരണാധികാരിയാണ്, ഇയാളൊരു സാധാരണ മനുഷ്യനെ കയറി ചുംബിക്കുകയാണ്. അവർ ചോദിച്ചു, എന്താണ് അമീറുൽ മുഅ്മിനീൻ, അതഖൂമു ലിഹാദ ശൈഖ് വഅൻത അമീറുൽ മുഅ്മിനീൻ, അങ്ങ് അമീറുൽ മുഅ്മിനായിട്ട് ഈ വയസ്സിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണോ എന്ന്. മുആവിയ പറഞ്ഞൊരു വാക്കുണ്ട്, നഅം ലിഅന്നി റഅയ്തു ഫീഹി മുശാബഹൻ മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അയാളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് നബി തന്നെയാണ്. നോക്കി, നിങ്ങൾ നബിൻ്റെ രൂപം പോലും അങ്ങനെയാണ്, നബിൻ്റെ രൂപം പോലും. അനസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ കാബിസിനെ കണ്ടാൽ അനസ് കരയുമായിരുന്നു എന്ന്. കാബിസിനെ കണ്ടാൽ അനസ് കരയുമായിരുന്നു, നബിന് ഓർമ്മ വരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നിങ്ങളിതൊന്നും ഒരു കഥയായി കേട്ടുപോകരുത്. ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ 2 ബാധ്യതകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന്, നബിയെ ഇത്തിബാ ചെയ്യുക എന്ന ബാധ്യത. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലിനെ ഇത്തിബാ ചെയ്യണം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു, നബി നമ്മുടെ സ്വത്തല്ല, അത് മനുഷ്യരുടെ സ്വത്താണ്. അത് പരിചയപ്പെടുത്തപ്പെടണം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്. ഞാനതിനാണ് ആ ചരിത്രങ്ങൾ പറഞ്ഞത്. പിക്താളിൻ്റെയും അടിയാറിൻ്റെയും ചരിത്രം യഥാർത്ഥത്തിൽ വളരെ വൈകാരികമാണ്. പിക്താളിൻ്റെയും അടിയാറിൻ്റെയും ചരിത്രം. 2 കാര്യം. മൂന്നാമത്തേത് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബിയോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കേണ്ടത് മൂന്നാമത്തെ രീതി അങ്ങനെയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. കൽപ്പനയാണ്, സല്ലു അലൈഹി. എത്ര ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. സലാത്തുകൾ വർദ്ധിപ്പിക്കണം, അത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി. നാലാമത്തേത് സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, നബി സ്നേഹിച്ചവരെ മുഴുവൻ നമ്മൾ സ്നേഹിക്കണം. നബി സ്നേഹിച്ചവരെ നാം സ്നേഹിക്കണം, നബി വെറുത്തവരെ നാം വെറുക്കണം. ആ സ്നേഹം എവിടെ എത്തണം എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെ എത്തണം ചോദിച്ചാൽ, നബിയെ കാണാനുള്ള ആർത്തി, ആഗ്രഹം, ഷൗക്ക് എന്ന് പറയും അറബിയിൽ, അത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. നബിയെ കാണണമെന്ന ആഗ്രഹം പോരാ, നബിയുടെ തൊട്ടടുത്ത് എനിക്ക് സ്വർഗത്തിലെത്തണം, എൻ്റെ സീറ്റ് നബിയുടെ തൊട്ടടുത്താകണമെന്ന ആഗ്രഹം. നമ്മൾ ആലോചിക്കണം. ഞാനിതെങ്ങനെ പറയണത് എന്തിനാ വെച്ചാൽ, എവിടെയെങ്കിലും നമുക്ക് വരാൻ വേണ്ടിയാണ്, എവിടെയെങ്കിലും. നാലാമതായി സഹോദരന്മാരെ, റസൂലിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ റസൂലിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, ഇഹ്തിറാം. ശരിയാ, നബി മരിച്ചാൽ പോലും റെസ്പെക്റ്റ് ചെയ്യണം, മരിച്ചാൽ പോലും. നബിയോടുള്ള റെസ്പെക്റ്റിൻ്റെ, ബഹുമാനത്തിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ്, ബഹുമാനം. നബിയുടെ ചരിത്രം പറയലും നബിയുടെ ചരിത്രം പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അഞ്ചാമതായി സഹോദരന്മാരെ, നബി കുടുംബം, അഹ്ലുൽ ബൈത്ത് എന്നൊക്കെ പറഞ്ഞ നബി കുടുംബമുണ്ട്. ആ നബി കുടുംബത്തെ നമ്മൾ സ്നേഹിക്കണം. നബി കുടുംബത്തെ സ്നേഹിക്കണം.
അത് നമ്മുടെ ഭാഗമാകണം. ഹസൻ, ഫാത്തിമയുടെ മകനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെ ചൂണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു വഅഹ്ബിബ് മൻ യുഹിബ്ബുഹു. അല്ലാഹുവേ, എനിക്ക് ഹസനെ ഇഷ്ടമാണ്. റസൂൽ പറയാം, എനിക്ക് ഹസനെ ഇഷ്ടമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ ഹസനെ ഇഷ്ടപ്പെടണം. ഹസനെ ഇഷ്ടപ്പെടണം. ഹസനെ ഇഷ്ടപ്പെടുന്നവരെയും നീ ഇഷ്ടപ്പെടണം. യാ സലാം. ഹസൻ എന്ന് പറഞ്ഞ ഫാത്തിമയുടെ മോന. സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ആലു മുഹമ്മദിനെ നോക്കും, മുഹമ്മദ് നബിക്ക് ഏതുപോലെ ദുആ ചെയ്തോ അതുപോലെ ആർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്? ആലു മുഹമ്മദിന്. ആലു മുഹമ്മദ്, അതാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം സഹോദരൻ. ഏഴാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മൾ റസൂലുള്ളാഹിന്റെ ചരിത്രം അത് നമ്മൾ പഠിക്കണം, വായിക്കണം. ഒരു ഉറപ്പാണ്, റസൂലുള്ളാഹിന്റെ ചരിത്രം ഹൃദയം തുറന്ന് നമ്മൾ വായിക്കാൻ ശ്രദ്ധിച്ചാൽ ഉറപ്പാണ് നമ്മുടെ ജീവിതമാകെ മാറും. ഏറ്റവും കൂടുതൽ ജീവചരിത്രം, അതൊക്കെ അത്ഭുതകരമായ സംഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾ മുഹമ്മദ് നബിയാണ്. ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് മുഹമ്മദ് നബിയുടെ ജീവചരിത്രം. നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എല്ലാവർക്കും സങ്കടമാണ് മക്കളെ കുറിച്ച്. എല്ലാ ചരിത്രവും മക്കൾക്കറിയാം, പക്ഷെ റസൂലുള്ളാഹിന്റെ ചരിത്രം അറിയൂ? സാധാരണമായി പഠിപ്പിക്കണം. മക്കളെ കുറിച്ച് ആശങ്കപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആ ആശങ്ക മാറ്റാനാണ് ഞാനിത് പറയുന്നത്. നബിയുടെ ചരിത്രം പഠിപ്പിക്കണം. അത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമായ ഒരു സംഗതിയായി നമുക്ക് തോന്നണം. നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ചെറുപ്പത്തിൽ മുതലേ പഠിപ്പിച്ചു കൊണ്ടുവരണം. ചെറുപ്പത്തിൽ മുതലേ അത് പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ ആ വ്യത്യാസം ഇങ്ങനെ ശരിക്ക് കാണണം, ഭയങ്കരമായിട്ട് കാണും. അതുപോലെ സഹോദരന്മാരെ, എട്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നാം പിൻപറ്റും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിലെ സുന്നത്തല്ല ഞാൻ പറഞ്ഞത്. ഫിഖ്ഹിൽ സുന്നത്തും ഫർളും ഉണ്ടല്ലോ. ഫർളേ ഞാൻ ചെയ്യണുള്ളൂ, സുന്നത്ത് ഞാൻ ചെയ്യൂല, അതല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിത ക്രമമാണ്, ജീവിത രീതിയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയാണ്. ആരാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെ കാണണമെന്നും ആഖിറത്തിൽ പോകേണ്ടി വരുമെന്നും പൂതിയുള്ളവർ, ആഗ്രഹമുള്ളവർ, വിചാരിക്കുന്നവർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എന്താ റസൂലിന്റെ ജീവിതത്തിന്റെ സുന്നത്തിന്റെ രസം എന്താന്ന് ചോദിച്ചാൽ, നോക്കൂ, സാധാരണ ഈ സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെയ്യാൻ കഴിയണതാണല്ലോ സുന്നത്തല്ലേ, അല്ലേ? എന്നാൽ മരിച്ചാലും ബാക്കിയാണ് സുന്നത്ത്. നമ്മളൊന്ന് ആലോചിച്ചു, മരിച്ചാലും പിരിഞ്ഞു പോകാത്ത സുന്നത്ത്. റസൂലുള്ളാഹിന്റെ ജീവിതം അതായിരുന്നു. പക്ഷേ അത് സുന്നത്തായി നമ്മൾക്ക് അത്തരം സുന്നത്തുകളുടെ ഒപ്പം നിൽക്കാൻ കഴിയണം. അതാണ്, അത് നമുക്ക് വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, അലൈക്കും ബിസുന്നതി, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ ഫോളോ ചെയ്യണം. എൻ്റെ സുന്നത്ത് മാത്രമല്ല, ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ രൂപം പറഞ്ഞത് അദ്ദു അലൈഹാ ബിന്നവാജിദ്. നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ട് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ കടിച്ചു പിടിക്കണം. എന്ന് വെച്ചാൽ എന്താ? കടിച്ചു പിടിച്ചാൽ എന്താ? അങ്ങനെയാകണം. നമുക്ക് തോന്നുമ്പോൾ ചെയ്യണമല്ല, അതാകണം, അങ്ങനെയാകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി ഇല്ലാ അമിൽതു ബിഹി.
അള്ളാഹുവിൻ്റെ റസൂല് ചെയ്ത ഒരു പ്രവർത്തനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു പ്രവർത്തനം, നബി ചെയ്യുന്നത് കണ്ട ശേഷം ഞാനത് ഉപേക്ഷിച്ചിട്ടേയില്ല. എന്നിട്ട് അദ്ദേഹം കാരണം പറയുന്നുണ്ട്, റസൂലുള്ള ചെയ്ത ഒരു പ്രവർത്തനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിച്ചു പോയാൽ എനിക്ക് പേടിയായി, അൻ അസീർ, അള്ളാഹു എന്നെ ഹിദായത്തിൽ നിന്ന് മാറ്റിക്കളയുമോ എന്ന പേടി എനിക്കുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇമാമുസുന്നയാണ്. ഇമാമുസുന്ന എന്ന് അദ്ദേഹത്തെ പറ്റി പറയില്ല. 4ാമത്തെ മദ്ഹബ് നമ്മൾ എണ്ണണ ഹംബലി മദ്ഹബിൻ്റെ മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. മാ കതബ്തു ഹദീസൻ ഇല്ലാ വഖദ് അമിൽതു ബിഹി. മനസ്സിലേക്ക് പറഞ്ഞെന്താ? മാ കതബ്തു ഹദീസൻ ഇല്ലാ വഖദ് അമിൽതു ബിഹി. ഞാൻ പ്രവർത്തിക്കാത്ത ഒരു ഹദീസും ഞാൻ എഴുതിയിട്ടില്ല. എന്താ കേൾക്കണേ? എന്തുമാത്രം എങ്ങനെയാണ് ഫോളോ ചെയ്ത് എന്നറിയും. എന്നിട്ട് അദ്ദേഹം പറയേണ്ടത് എത്ര പേരെ എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെച്ചു. ഇമാം അഹ്മദ് ബിൻ മുസ്നദു അഹ്മദ് എന്ന് പറഞ്ഞ ഹദീസ് ഗ്രന്ഥമുണ്ട്. ആ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഹദീസിനെ കുറിച്ചാണ് ഇമാം അഹ്മദ് പറയുന്നത്. ഞാൻ അതിലൊരു ഹദീസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ അതുകൊണ്ട് പ്രവർത്തിക്കാതെ ഞാൻ പിന്നെ എഴുതിയിട്ടില്ല. എന്നിട്ട് ഉദാഹരണം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെച്ചു. കൊമ്പ് വെച്ചിട്ട് അന്ന് കൊമ്പ് വെക്കണ ആളുണ്ട്, അബൂ തയ്യിബ് എന്നാണ്, അബൂ തയ്യിബ എന്നാണ് അയാളുടെ പേര്. നബി അദ്ദേഹത്തിന് കൊമ്പ് വെച്ചതിന് പൈസ കൊടുത്ത്. ഇദ്ദേഹം പറയാണ്, ഞാനും അത് ചെയ്തു, ഞാനും കൊമ്പ് വെച്ചു. ഹിജാമ കേട്ടോ, ഈ കൊമ്പ് വെക്കാരനെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. ഹിജാമ ചെയ്തു. എന്നിട്ട് എനിക്ക് ഹിജാമ ചെയ്തവന് ഞാൻ പൈസ കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ഹദീസ് എഴുതിയത്. ഏത്? നബി കൊമ്പ് വെച്ച കഥ എഴുതിയത്. ഇത് ഞാൻ എന്തിനാ ഇത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആണ് ഈ കാര്യത്തിൽ. നിസ്സാരമായി കാണരുത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് നമ്മുടെ ജീവിതം. അതാ അലീമുൻ ബിദാത്തി സുദൂറുണ്ട്. അലീമുൻ, അവിടുന്നാണ് പ്ലാനൊക്കെ വരിക. നമ്മൾ ഒരു പ്ലാനും നടക്കൂല. യുദബ്ബിറുൽ അംറ മിനസ്സമാ, അവിടുന്ന് ആ കാര്യം. നമ്മൾ ഭയങ്കര വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. നമ്മൾ വിചാരിച്ചത് നമ്മളെ പ്ലാനാ നടക്കണതെന്നാണ്. നടക്കൂല. അവിടുന്നാണ് പ്ലാൻ. ആ പ്ലാൻ ശരിയാണെങ്കിൽ നമ്മൾ നന്നാകണം, നമ്മുടെ ഹൃദയം നന്നാകണം, റസൂലിനോട് സ്നേഹമുണ്ടാകണം, റസൂലിൻ്റെ സുന്നത്ത് ജീവിതത്തിൽ നടപ്പാക്കാനുള്ള പൂതി നമുക്കുണ്ടാകണം. 9ാമത്തെ കാര്യം, റസൂലിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് റസൂലിൻ്റെ വാക്കുകൾക്ക് മുൻഗണന നൽകണം. സൂറത്ത് ഹുജറാത്ത് എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ഖുർആനിൽ. തുടങ്ങണേന് എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന. എന്ത് രസമാണ് അറിയോ ആ സൂറത്ത്, വായിച്ചു നോക്കണം. റസൂലുള്ളാഹിനെ നിങ്ങൾ മുൻകടക്കരുത് ഒരു വസ്തുവിലും. ഒരു കാര്യം റസൂൽ ചെയ്തത് ഇന്നതാണെന്ന് മനസ്സിലായാൽ അതിൻ്റെ മുന്നിൽ പോകാൻ നമ്മൾ പിന്നെ ശ്രമിക്കരുത്. അതായിരിക്കണം നമ്മുടെ ജീവിതം. അവിടേക്കാണ് നാം എത്തേണ്ടത്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം അത്. റസൂൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ വാക്കിന് മുൻഗണന നൽകുന്ന ആളുകളാകണം. നമ്മുടെ ജീവിതം അപ്രകാരമായിരിക്കണം. അതാണ് നോക്കൂ, നാളെ മുതൽ ഫജ്ർ നമസ്കാരത്തിന് ഉറങ്ങാതെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളികളിൽ എത്താൻ സാധിച്ചാൽ നമ്മൾ റസൂലിന്റെ വാക്കിന് മുൻഗണന നൽകുന്നവനായി. ഇന്നു മുതൽ എൻ്റെ ദേഹേച്ഛയായി എൻ്റെ ഉള്ളിൽ വരുന്ന വിഷയങ്ങളെ ഞാൻ അവഗണിച്ച് റസൂലുള്ള പറഞ്ഞത് ഞാൻ അനുസരിച്ചാൽ ഞാൻ റസൂലുള്ളാഹിക്ക് മുൻകടക്കും.
നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാവ് ഗൈബത്തുകളിൽ നിന്നും നമീമത്തുകളിൽ നിന്നും നമ്മൾ സംരക്ഷിച്ചാൽ ഒരുപാട് സംഗതികളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീതങ്ങളും മ്യൂസിക്കുകളും ഒക്കെ അവസാനിപ്പിച്ച് അവിടെ വിശുദ്ധ ഖുർആൻ പ്രതിഷ്ഠിച്ചാൽ ഇതൊക്കെയാണ് അള്ളാഹു പരിശോധിക്കേണ്ട സാധനന്മാരെ. അള്ളാഹു പരിശോധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാചകമാകരുത്. ഏറ്റവും അവസാനമായി എല്ലാവരും ശ്രദ്ധിക്കണം, ഒരിക്കലും റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് അതിര് കവിഞ്ഞു പോകരുത്. നാം ഇപ്പോൾ ഉള്ളത് എല്ലാ വിഷയത്തിലും അതിര് കവിയില്ല. എന്തും അതിര് കവിഞ്ഞാൽ ആപത്താണ് സഹോദരന്മാരെ, ആപത്താണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അലി. കൂഫക്കാരെ ഒരു വിഭാഗം ആളുകൾ അലിക്ക് പിന്തുണയുമായി വന്നു. കാരണം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, പിന്തുണയായിട്ട് വന്നതാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, യാ അഹ്ലൽ ഇറാഖ് അഹിബ്ബൂനാ ഹുബ്ബൽ ഇസ്ലാം. കൂഫയിൽ നിന്ന് വന്ന ആൾക്കാരോട് പറയാ, എന്താ പിന്തുണയായിട്ട് വന്ന ആൾക്കാരോട് പറയാ, അല്ലയോ ഇറാഖികളെ, നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടത് ഇസ്ലാമിൻ്റെ ഇഷ്ടമായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു അബി യഖൂൽ, എൻ്റെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ലാ തർഫഊനി ഫൗഖ ഖദ്രി, ലാ തർഫഊനി ഫൗഖ ഖദ്രി. നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നിങ്ങൾ എൻ്റെ പൊസിഷൻ്റെ മുകളിലേക്ക് ഉയർത്തരുത്. ലാ തർഫഊനി ഫൗഖ ഖദ്രി ഫഇന്നല്ലാഹ ഇത്തഖദനി അബ്ദൻ ഖബ്ല അൻ യത്തഖിദനി നബിയ്യ. എന്നെ നബിയാക്കണതിന് മുമ്പ് അള്ളാഹു ആദ്യം എന്താക്കിയിട്ടുണ്ട്? അബ്ദാക്കിയിട്ടുണ്ട്. നബി പലപ്പോഴും പറഞ്ഞൊരു വാചകമാണ്, ഖൂലു അബ്ദുല്ലാഹി വറസൂൽ. അതിനപ്പുറമുള്ളത് വരരുത്. ഇപ്പോഴുള്ള പ്രശ്നം അപ്പുറമുള്ളത് വരുന്നു എന്നാണ്. അപ്പുറമുള്ളത് വരുന്നു. നോക്കൂ ആ വാചകം, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം, അഹിബ്ബൂന ഹുബ്ബൽ ഇസ്ലാം. അള്ളാഹു റസൂലിന് വകവെച്ച് കൊടുത്ത ഒരു അവസ്ഥയുണ്ട്, അവിടെ പേരാവും. അത് വളരെ പച്ചയായി റസൂൽ പറഞ്ഞു, ലാ തതുറൂനി കമാ അതറത്തിൻ നസാറാ ഇബ്ന മറിയം. മറിയമിൻ്റെ പുത്രനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. നസാറാക്കൾ എവിടെ എത്തിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ. ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു. അത്രേ പറയാവൂ. ഞാൻ അബ്ദാണ്, അടിമയാണ്. നിങ്ങൾ പറയേണ്ടത് മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു. മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയായ മുഹമ്മദ്, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് എന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇപ്പം സത്യത്തിൽ ഇത് അതിര് കവിഞ്ഞിട്ട് മനുഷ്യൻ സുന്നത്തുകളെ വിട്ട് ബിദ്അത്തുകളിലേക്ക് പോവുകയാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ബിദ്അത്ത് ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ സുന്നത്ത് പോകും. ബിദ്അത്ത് വന്നാൽ സുന്നത്ത് പോകും. ആളുകളുടെ വിചാരം ഇപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ കാണിക്കലാണ് എന്ത്? നബിയോടുള്ള സ്നേഹം എന്നാണ്. സഹോദരന്മാരെ, ഒരു സുന്നത്തെങ്കിലും ഇമാം ബുഖാരി പറഞ്ഞതുപോലെ ഹയാത്താക്കലാണ് അഫ്ളലുൽ മുസ്ലിമീൻ. ഒരു സുന്നത്തെങ്കിലും. അതിന് പകരം നമ്മൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. എത്ര വരെ നിങ്ങൾ ചോദിച്ചു നോക്കി, ആലോചിച്ച് നോക്കൂ. അതിൻ്റെ പേരിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഈ ഖസീദകളുണ്ട്, ഗാനങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഗാനം എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേടിപ്പെടുത്തുന്ന ഒരു ഗാനത്തിൻ്റെ വരി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. വല്ലാതെ ഇത് കേട്ടാൽ തന്നെ പേടിയാകും. പക്ഷേ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സദസ്സിൽ ആദ്യം ചെല്ലണ വാക്ക് ഇതാണ്. ഇതിൻ്റെ പേരെന്താ? മൻകൂസ് മൗലൂദ്. മൻകൂസ് എന്ന് പറഞ്ഞാൽ തന്നെ തലതിരിഞ്ഞതാണ്. നോക്ക്. ഇർതകബ്തു അലൽ ഖതാ. നബിനോട് പറയാം, നബിയെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്.
ഗൈറ ഹസ്രിൻ വഅദദ്, കയ്യും കണക്കുമില്ലാത്ത തെറ്റ്. ആരോടാ പറഞ്ഞത്? ലക, അതുകൊണ്ട് നബിയെ അങ്ങയോട് അഷ്കൂ ഫീഹി, ഞാൻ ചെയ്തു പോയ കയ്യും കണക്കുമില്ലാത്ത തെറ്റിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് ആവലാതി പറയുന്നു. യാ സയ്യിദി ഖൈറൻ നബി, എൻ്റെ സയ്യിദായ നബിയെ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരോടാ പറയേണ്ടത്? അത് അല്ലാഹു തആല പറയുന്നുണ്ട്. ആരോടാ പറയേണ്ടത്? ഇവിടെ ആരോടാ പറഞ്ഞത്? റസൂലിനോട്. അല്ലാഹു തആല എന്താ പറയുന്നത്? ആരോട് പറയണം എന്നാ? തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാർ, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ. എത്ര രസാറിയോ ഖുർആൻ പറയണത്. നിങ്ങളെടുത്ത് തെറ്റ് വന്നാൽ, നിങ്ങളൊരു നീച പ്രവൃത്തി ചെയ്താൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ വല്ല അക്രമം പ്രവർത്തിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഓർക്കണം ഉടനെ. എന്നിട്ട് ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. എന്നിട്ടൊരു ചോദ്യം കണ്ടെങ്കിൽ അള്ളാഹ് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അതൊരു ചോദ്യമാണ്, ഉത്തരം പറയാനുള്ള ചോദ്യമല്ല. അള്ളാഹു അല്ലാതെ ആരാണ് തെറ്റുകൾ പൊറുക്കുക? എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കരമാണ്. ഇതൊന്നുമല്ല, ഇനി ഈ കാലത്ത് ചെല്ലുന്ന ഒരു പ്രത്യേക സ്വലാത്തുണ്ട്, ഭയങ്കര രസമാണ്. ഈ സ്വലാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല, അതാണ് പ്രശ്നം. പല സ്വലാത്തും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൻ നാരിയാണ്. നമുക്ക് പരിചയമുള്ള സ്വലാത്ത് സ്വലാത്തുൻ ഇബ്രാഹിമിയാണ്. ഇത് സ്വലാത്തുൻ നാരിയാണ്. നാരിയത്തിൻ്റെ സ്വലാത്ത് എന്നാ. എന്താണ് അള്ളാഹു അല എന്താ? ഞാൻ കുറേ തിരഞ്ഞു നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി. നാറ് എന്ന് പറഞ്ഞാൽ നരകാണ്. ഇത് ഈ സ്വലാത്ത് ചെല്ലിയാൽ നരകത്തേക്ക് പോകാനുള്ള സ്വലാത്ത് തന്നെ, ഒരു സംശയമില്ല. ഒന്ന് ചൊല്ലി നോക്കി. അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ്. അതുവരെ നല്ല സലാത്താ, ഗംഭീരമാണ്, ഒരു കുഴപ്പമില്ല. അല്ലാഹുവേ സല്ലി സലാത്തൻ കാമിലതൻ, പൂർണ്ണമായ സലാത്ത് നീ ചെയ്യണമേ. വസല്ലിം സലാമൻ താമം, പൂർണ്ണമായ സലാം ചെയ്യണമേ. ആർക്ക്? അലാ സയ്യിദിന മുഹമ്മദ്. ഒരു കുഴപ്പമില്ല. ഞാൻ എടുത്ത വാചകം എന്താ? അവിടെയാണ് പേടി ഇനിയുള്ളത്. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, എല്ലാ കെട്ടിക്കുടുക്കുകളും മോചിപ്പിക്കുന്നവൻ. ആരാ? മുഹമ്മദ് നബി. കെട്ടിക്കുടുക്കൊക്കെ അഴിച്ചു തരുന്നവൻ. വതൻഫരിജു ബിഹിൽ ഖുറബ്, അദ്ദേഹത്തെ കൊണ്ടാണ് എല്ലാ പ്രയാസങ്ങളും തീരല്. വതഖ്ദീ ബിഹിൽ ഹവായിജ്, എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുന്നവൻ. വതനാലു ബിഹിർ റഗായിബ്, എല്ലാ ആഗ്രഹങ്ങളും നേടിക്കൊടുക്കുന്നവൻ. വഹസ്നുൽ ഖവാതിം, ഹസ്നുൽ ഖവാതിം, അന്ത്യം പര്യവസാനം നന്നായി നൽകുന്നവൻ. എന്താ നിങ്ങളീ പറഞ്ഞത്? ഇനി അടുത്ത വാചകം എനിക്ക് വായിക്കാൻ പേടിയുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കി. വയസ്തസ്ഖിൽ ഗമാമ ബിവജ്ഹിഹിൽ കരീം, എന്താ പറഞ്ഞതെന്നറിയാം? യസ്തസ്ഖിൽ ഗമാം, മേഘങ്ങൾ മഴ വർഷിപ്പിക്കുന്നത് ബിവജ്ഹിൽ കരീം, നബിയുടെ വജ്ഹ് കൊണ്ടാണ്. എന്തുമാത്രം ഭീകരമാണ് എന്നാലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ സ്വല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദ് എന്നുള്ളത് വരെ നല്ല സ്വലാത്താണ്. അതിൻ്റെ ആദ്യം എന്താക്കി? ഒരു നല്ലത് കൊണ്ടെന്ന് വെച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ താഴത്തേക്ക് മുഴുവൻ സുബ്ഹാനല്ലാഹ്. ആരാണ് പ്രശ്നങ്ങൾ തീർക്കുന്നത്? ആരാണ് കെട്ടിക്കുടുക്കുകൾ ഇല്ലാതാക്കുന്നത്? ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? അല്ലാഹു തആല പറയണത് നോക്ക്. അല്ലാഹു എന്താ പറയണത്? യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു, നിങ്ങൾക്ക് വല്ല ദോഷവും ഉണ്ടായാൽ അത് നീക്കം ചെയ്യാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു പറയാം, വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി, വല്ല അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ തട്ടിമാറ്റാൻ വേറെ ആർക്കും കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. എന്നിട്ട് അവിടുന്നാണ് നമ്മൾ എന്താക്കണത്? ഇതിലേക്ക് എത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതെന്തുകൊണ്ടാണ് മനുഷ്യനെ ഇങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞത്. നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ 8-10 കാര്യങ്ങളാണ്.
ഈ അവസാനം പറഞ്ഞതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഇത് മഹാ ആപത്താണ്. നമ്മൾ വലിയ വഴികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇങ്ങനെ പുലരുകയാണ്, ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും ഷിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി കഴിഞ്ഞുപോയ സമൂഹത്തെ നിങ്ങൾ പിൻപറ്റുന്ന ഒരു കാലം വരും. പറഞ്ഞു കണ്ടില്ലേ? അതേപോലെ നമുക്കും ചെയ്യണം. ഏതൊക്കെ മതങ്ങളിൽ ഈ സാധനങ്ങളുണ്ടോ നമുക്കും അതുണ്ടാക്കണം. അതെ, രൂപവും ഭാവവും കൂടിയും വ്യത്യാസമല്ല. ഉണ്ണി യേശുവിനുണ്ടാക്കിയപ്പോൾ നമ്മൾ ഉണ്ണി മുഹമ്മദിനുണ്ടാക്കി. അതെ, ഉണ്ണികൃഷ്ണനുണ്ടാക്കിയപ്പോൾ നമുക്കുണ്ടാക്കണം ഉണ്ണി മുഹമ്മദിന്. എന്ത് ഭീകരാണെന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങോട്ടാണ് നമ്മൾ പോണത്? അതുകൊണ്ട് സാധനന്മാരെ ശരിക്ക് നമ്മൾ ചിന്തിക്കണം. നമുക്ക് റസൂലിനെ സ്നേഹിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ സ്നേഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. യഥാർത്ഥ സ്നേഹമായിരിക്കണം. യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെങ്കിലും റസൂലിൻ്റെ ഒരു സുന്നത്തെങ്കിലും ഇത്തിബായ് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണം. സഹോദരന്മാരെ, ഏറ്റവും ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യത്തെ വെറുക്കാതിരിക്കാനുള്ള മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. അതാണ്, വെറുക്കരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ വെറുത്താൽ അത് റസൂലുള്ളാഹിനെ വെറുത്തതിന് തുല്യമായില്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ റസൂലുള്ളാഹിനെ വെറുക്കണത്? ഈ റസൂലുള്ളാഹിനെ വെറുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹിൻ്റെ മുഖം കാണുക? എങ്ങനെയാണ് റസൂലിനെ കണ്ടുമുട്ടുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു